answers up. But I witnessed, I was so selfish that எனக்கு வந்து எல்லா ஆர்டிஸ்ட் நல்லா பண்ணியிருக்காங்க. இப்போ லால் சார் எப்படி பண்ணா அது லால் சாருக்கு எல்லாத்தோட டிஃப்ரெண்டா பண்ணணும்னு சொல்லிட்டு, ஏன்னா நிறைய ஃபைட்னா பரவாயில்ல, ஒரே ஃபைட்ல எல்லா ஆர்டிஸ்ட் நல்லா பண்றாங்க. பட் அந்த ஸ்டோரி லால் சார் கடைசியில வருவார். அப்ப நான் என்ன பண்றது, திரும்ப அடிக்கலாம் முடியாது, டிஃப்ரெண்டா பண்ணணும். அதுக்காக நான் பண்ணனாலே லால் சார் வாயே திறக்கல. சில ஆர்டிஸ்ட் வந்து என்ன ரோப்ஷன் உருவாக்கி காட்டுங்க சார், நீங்க ஹானஸ் பண்ணணும் சார், இது ஷார்ட்லாம் ஓகே மிஸ்டர் ஓகே மிஸ்டர் அப்படின்னா எனக்கு ஒரு கட் பூச்சி முட்டு கொடுக்கணும்னு தோணுது. பட் ஓகே நான் என்ன பண்றது, சரி அப்படின்னு യു സീ ദ ഫിലിം ഇൽവ്. പക്ഷെ എനിക്ക് നട്ടപ്പുറം വെയില്, അവിടെ 12 മണിയുടെ ഉടക്കത്തെ വെയില്. അപ്പൊ ഞാൻ നോക്കിയപ്പോ സാറോടെ ഫസ്റ്റ് ടൈം വർക്കിണ്ടായി, അതൊക്കെ കുറെ പഞ്ഞില് പെട്രോളൊക്കെ ഒഴിച്ച് ഡീസലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തിക്കുക. ഒന്നാമത് ഈ ചൂടും വെയിലിന്റെ ചൂടും പിന്നെ ചൂടും, അപ്പൊ സാറൊക്കെ എഫക്ഷൻ അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോ പടം കണ്ടപ്പോഴാണ് അതിന്റെ എഫക്റ്റ് മനസ്സിലായത്. അയ്യോ ഇത്ര കഷ്ടപ്പെട്ടാലും ഇത്ര നല്ലൊരു ഷോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇത് പന്ത് കളിക്കുന്ന ഇഷ്ടംമാര് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഹാഫ് സെക്കൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്ത് മാസം ചെയ്ത് കാണിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോ നല്ല വെയിലും ഇതിന്റെ ചൂടും ഒക്കെ കൂടിയപ്പോ ഞാൻ കുറച്ച് കറുത്തു. അതാണ് ഇതിലുണ്ടായത്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു മാസ്റ്റർ. ഇതിലെ നടുവിലെ കംപ്രസർ ഡസ്റ്റ് പ്രോപ്പർ விஜயன் சார் டெல்லிங் ஒன் பாயிண்ட். பட் இன்னொரு பாயிண்ட் வந்து டஸ்ட் வந்து அடிக்கிற அந்த மண்ணை அடிக்கும். அப்புறம் இந்த குழந்தைங்கள வெளியில இருந்த கல்லு தீக்கு போடுறப்ப இல் கோ டு தி பேட் கைஸ் அண்ட் குட் கைஸ் இதெல்லாம் இருக்கு. അതായത് വിജയേട്ടന്റെ ഈ സിനിമയിലെ പി ടി മാസ്റ്റർ ആയിട്ട് വെക്കുമ്പോ തന്നെ ലോക പ്രശസ്തമായ സംഭവമാണ് പുള്ളിയുടെ സിസർ കിക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനോടുള്ള ഒരു ദീർഘവീക്ഷണമാണ്. ഞങ്ങൾക്കത് ഒന്ന് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അല്ല ചേട്ടൻ ആക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചപ്പോഴാണ് ആ സിസർ കട്ട് അന്ന് തുടങ്ങി ശ്രീചേട്ടന്റെ ഒരു ദീർഘവീക്ഷണം. അത്തിന് തിയേറ്ററിൽ ഉറപ്പ് കയ്യടി കിട്ടുന്നു. അല്ല, ഇന്ന് തിയേറ്ററിൽ ആ ഷോട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടായ ഒരു കയ്യടി മാരവും അത് തന്നെയാണ് ഇത് കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നത്. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതും ഇതൊക്കെ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ആരാധനയുള്ള ആളാണ്. അപ്പം അതൊന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര ആഗ്രഹം. അത് തിയേറ്ററിൽ ഇത്രയും പേരെ കൊണ്ട് എനിക്ക് കാണാത്തവർക്കൊക്കെ കാണാം. അത് ഞങ്ങള് അതിന്റെ റോയലിറ്റി എടുത്ത് ഒറ്റ ടേക്ക് സാധാരണ അപ്പം ഇങ്ങനെ മറിയുമ്പോഴൊക്കെ റോപ്പ് പരിപാടിയാണ്, ഒന്നുമില്ല. അത് കാരണം ഞാൻ എന്റെ ബ്രഷ് പുറത്തുവിടാം. ഒറ്റ ടേക്ക് ഷാർപ്പ്, അതിനാണ് നമുക്ക് ഏറ്റവും ഹാപ്പി ആയത്. ഈ തീരുമ്പോ ഒറ്റ പ്രശ്നം കിട്ടിയെന്നുള്ളൂ. അതെ, നമ്മള് വിചാരിക്കും ഒന്ന് കേസ് ഇല്ലടാ വന്നിട്ടോ നേരെ കീറാണ്. അതൊരു പ്രത്യേക ഫീലാണ്. അതാണ്